Hi, hello, welcome to my YouTube channel Genga Manish at Skyhawk. First of all, thanks to myself. യൂഷ്വലി യൂട്യൂബ് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് എന്നെ ടച്ച് ചെയ്യുന്നൊരു സബ്ജക്റ്റാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് തന്നെ വെച്ചിരുന്നൊരു കണ്ടൻ്റായിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ പറയാനും കാരണമുണ്ട്. ഒരിക്കൽ മോൻ്റെ സ്കൂളിലൊരു സ്പീച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. നല്ലൊരു മാം നല്ല ക്യൂട്ടായിട്ട് സ്പീച്ച് പ്രസൻറ്റ് ചെയ്യുന്നു. അത്രയും കുഞ്ഞു കുട്ടികൾ KG, LKG, UKG, ഫസ്റ്റ് സെക്കൻഡ് അങ്ങനത്തെ സ്കൂളിലെ കുട്ടികൾ അട്രാക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട് ആ സ്പീച്ചിൽ. അപ്പോൾ ആ മാമിൻ്റെ ഒരു കഴിവ് കാണാമല്ലോ, കുട്ടിമണീസിനെ പിടിച്ചിരുത്താനുള്ള കഴിവ്. അപ്പോൾ മാം ചോദിക്കുന്നുണ്ട്, ആരാണ് ഗുഡ് ബോയ്സ് ആൻഡ് ഗുഡ് ഗേൾസ്? അപ്പം എല്ലാവരും കൈപൊക്കി. എന്താണ് ഗുഡ് ബോയ്സ് ആകാൻ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യുന്നവരെയാ ഗുഡ് ബോയ്സ് എന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ നല്ല ഡിസിപ്ലിൻ. പിന്നെ പറയുന്നുണ്ട്, നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്യുന്നവർ, ക്ലീൻ ആകുന്നവർ, ഫുഡ് നന്നായിട്ട് കഴിക്കുന്നവർ, പറഞ്ഞാൽ കേൾക്കുന്നവർ, കൂടുതൽ ആൻസർ പറഞ്ഞാൽ നന്നായിട്ട് കേൾക്കുന്നവരെന്ന്. അങ്ങനെ കുട്ടിമണീസിൻ്റെ കുറേ ആൻസേഴ്സ് നല്ല സ്മാർട്ടായിട്ട് ആൻസർ പറയുന്നു. അപ്പം ഞങ്ങൾ പേരൻസാണ്, ഞങ്ങളിതൊക്കെ പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് എന്നുള്ളൊരു ജാടയിലിരിപ്പുണ്ട്. അപ്പോൾ എന്ത് പറ്റി? അപ്പം മാം പറഞ്ഞു, അല്ല, ഒരു കാര്യം വേണം, അതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാലാണ് എല്ലാവരും പെർഫെക്റ്റായിട്ട് ഗുഡ് ഗേൾസ്, നല്ല കുട്ടികൾ, ഗുഡ് ബോയ്സ് എന്നൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ ആർക്കും അറിയത്തില്ല, എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. അപ്പോൾ പേരൻസായി ഞാനും ചിന്തിച്ചു, അതെന്നാ വേറൊരു കാര്യം, ഇതെല്ലാമൊക്കെയല്ലേ നല്ല കുട്ടികളിൽ വരുന്നത്. അപ്പോൾ മാം പറയുന്നു, സേ താങ്ക് യു പറയുന്നവർ, നന്ദി പറയുന്നവർ. അതെന്തോ നന്ദിക്ക് ഇത്രയും ക്വാളിറ്റി ഉണ്ടോ? ഞാൻ എൻ്റെ മനസ്സിലുള്ള തോന്നലാണ്. ഓക്കെ, നമ്മളെല്ലാം താങ്ക്സ് പറയുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ താങ്ക്സ് പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ എക്സ്പ്രസീവായിട്ടൊന്നും പറയാറില്ല. ഒരു ഒഫീഷ്യൽ ടോക്കിന് താങ്ക് യു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് അത് കേട്ടു. നല്ല സ്പീച്ചായിരുന്നു, എല്ലാം കഴിഞ്ഞു. വീട്ടിൽ ചെന്നു, മോന് ചോക്ലേറ്റ് എന്തോ ഫുഡ് കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, താങ്ക് യു അമ്മ. അപ്പോൾ അവൻ്റെ ക്യൂട്ട്നെസ്സും താങ്ക് യു ഒക്കെ പറഞ്ഞപ്പം ഞാൻ തിരിച്ചും താങ്ക് യു മോനെ എന്ന് പറഞ്ഞാൽ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം. എന്തോ അവനും ഉമ്മ കൊടുത്തപ്പോൾ അവനും ഒരു സന്തോഷം. അപ്പോൾ അതിൽ എന്തോ ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു വേർഡാന്ന് തോന്നി, ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ അതിനെപ്പറ്റി കുറേ വായിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വേർഡ് ഓഫ് അപ്രീസിയേഷൻ, ഗ്രേറ്റ്ഫുൾനെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത, നന്ദി, ഇതെല്ലാം ഒരു സംഭവം തന്നെ. ഇത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രയോജനങ്ങൾ? ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഇതിനെന്തെങ്കിലും സയൻസ് ഉണ്ടോ? അങ്ങനെ 1000 ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ വരും. ഈ മാം കുട്ടികളോട് പറഞ്ഞ എങ്ങനെയാണെന്നറിയാമോ പ്രാക്ടീസ് ചെയ്യാൻ? അതെ, രാവിലെ നിങ്ങളുടെ അമ്മ ഓർ അമ്മമ്മ ആരെങ്കിലും ആയിരിക്കുമല്ലോ, ഒരു 5 o'clock ആകുമ്പോഴത്തേ എഴുന്നേറ്റു, നിങ്ങൾക്ക് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് തരുന്നു. അപ്പോൾ നിങ്ങൾ താങ്ക്സ് പറയാറുണ്ടോ ഏതെങ്കിലും ദിവസം? അപ്പോൾ എല്ലാവരും ഇല്ല. അപ്പോൾ ഇനി തൊട്ട് താങ്ക്സ് പറയുക, താങ്ക് യു. ചിലപ്പോൾ അച്ഛനായിരിക്കും ഒരുക്കുന്നത്, അല്ലെ ബ്രദർ ഓർ സിസ്റ്റർ ആരെങ്കിലും ആയിരിക്കും നിങ്ങളെ ഒരുക്കുന്നത്, അയൺ ചെയ്ത് തരുന്നത്, ഹെൽപ്പ് ചെയ്യുന്ന, ഹോംവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യത്തില്ലേ, അവർക്ക് നമ്മൾ താങ്ക് യു പറയുന്നുണ്ടോ? താങ്ക് യു. ഡ്രൈവർ അങ്കിളായിരിക്കും നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്, ആൻറ്റിമാരായിരിക്കും നമ്മൾ ചോറുണ്ണാൻ ഹെൽപ്പ് ചെയ്യുന്നത് സ്കൂളിൽ ചെന്നാൽ, ടീച്ചേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു, പ്രിൻസിപ്പൽ മാം വരുന്നു. ഇവർക്ക് ആർക്കെങ്കിലും നമ്മൾ താങ്ക് യു പറയുന്നുണ്ടോ? ഇല്ല. സോ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ലതല്ലേ? ഇനി തൊട്ട് എല്ലാവരും പറയുമോ? അപ്പം എല്ലാവരും പറഞ്ഞു ഓക്കെ പറയും. അങ്ങനെയാണ് ആ മാം കുട്ടികളിൽ കൺവേ ചെയ്തത്. അതേപോലെ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഗ്രാറ്റിറ്റ്യൂഡ്? നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. കാരണം ഇന്ന് ഞാൻ ജീവനോടെ എഴുന്നേറ്റ്, എത്രയോ പേരുണ്ട് രാത്രിയിൽ എന്തെങ്കിലും അറ്റാക്കൊക്കെ വന്ന് മരിച്ചു പോകുന്നവരൊക്കെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളെല്ലാം കൊണ്ട് ഇന്ന് ഹാപ്പി ആയിട്ട് എഴുന്നേറ്റിരിക്കുന്നു. സേ താങ്ക് യു. രണ്ടാമത്തെ കാര്യം, നമുക്ക് ബ്രീത്ത് ചെയ്യാം, നമുക്ക് ശുദ്ധവായു ഉണ്ട്. സോ അഗെയിൻ താങ്ക് യു. പിന്നെ അടുത്തത്, നമ്മൾ ഇരിക്കുന്ന സ്ഥലം അവിടെ തന്നെയുണ്ട്, സൈക്ലോൺസോ പ്രളയമോ ഭൂമികുലുക്കോ ഒന്നും വന്ന് പോയിട്ടില്ല, താങ്ക് യു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് താങ്ക് യു പറയാം. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ നേരം ആ പ്ലേറ്റ് എടുക്കുക. ഇന്ന് എനിക്ക് ഇത്രയും ഫുഡ് കിട്ടി, ഫുഡ് എനിക്ക് ഉണ്ടാക്കി തന്നത് എൻ്റെ അമ്മ, അല്ലെ അമ്മമ്മ, അല്ലെ എൻ്റെ ഹസ്ബൻഡ്, വൈഫ്, ആരാ ഉണ്ടാക്കി തന്നവർക്ക്, ഈ ഫുഡ് തന്ന ഷോപ്പ് കീപ്പറിന് നമുക്ക് കൊടുക്കാം, ഈ ഫുഡ് വിതച്ച ആൾക്ക് വരെ നമുക്ക് താങ്ക് യു പറയാം. നമ്മൾ നടക്കാൻ പോവുകയാണ്, നമുക്ക് നല്ലൊരു റോഡ്, ബിൽഡിങ്സ് സൈഡിലുള്ള നല്ല വിഷ്വൽസ്, നല്ല ട്രീസ്, മരങ്ങൾക്ക് നമുക്ക് താങ്ക് യു പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെത്തേഡാണ്. പിന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് തന്ന കാര്യങ്ങൾക്ക് എല്ലാമേ നന്ദി പറയാം. അതും അനദർ മെത്തേഡാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്
പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ എക്സ്പ്രസീവ് ആയിരിക്കണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എക്സ്പ്രസ് ചെയ്ത് പറയുക. നമ്മൾ ചില കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഇല്ലായ്മയിൽ നമ്മൾ എക്സ്പ്രസീവായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അയ്യോ എൻ്റെ വണ്ടി ഓൾട്ടോ 800 എനിക്ക് അതേ ഉള്ളൂ, എനിക്ക് ഇതുവരെ വേറൊരു വണ്ടി മേടിക്കാൻ പറ്റിയില്ല, എനിക്ക് BMW ഇല്ല, എന്നാൽ അപ്പുറത്തെ ആൾക്കോ, അത് നമ്മൾ എക്സ്പ്രസീവായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ദാരിദ്ര്യത്തെ വലിച്ച് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ച് പറയുന്നുണ്ടോ, എൻ്റെ വണ്ടി ഓൾട്ടോ 800 ആണ്, എനിക്ക് ഇപ്പോൾ 15 ഇയേഴ്സായി ഞാൻ ഈ വണ്ടി ഉപയോഗിക്കുന്നു, എന്നെ സേഫായിട്ട് എത്തിക്കുന്നു, ഇവൻ എൻ്റെ സ്വന്തമാണ്, ഇവൻ അത്രയ്ക്ക് എന്നെ കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു BMW X7 എങ്കിലും പോവും. അല്ലാതെ നമ്മുടെ ഇല്ലായ്മയിലേക്ക് എക്സ്പ്രസ് ചെയ്ത് ഫോക്കസ് ചെയ്യാൻ നമുക്ക് എൻ്റെ വീട്ടിൽ ഇതൊക്കെയുണ്ട്, എനിക്കിതൊക്കെയുണ്ട്, എനിക്ക് നല്ല മക്കളുണ്ട്, അപ്പം നമുക്ക് അങ്ങനെ എല്ലാത്തിനും താങ്ക് യു പറയാം. ആ താങ്ക് യുവിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. നെക്സ്റ്റ്, ഈ താങ്ക് യുവിൻ്റെ പിന്നിലെ സയൻസ് എന്താണെന്ന്. നമ്മൾ എക്സ്പ്രസീവായിട്ട് താങ്ക് യു പറയുക. നമ്മുടെ മക്കളോട് നമ്മൾ ഹഗ് ചെയ്തിട്ട് താങ്ക് യു പറയുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടായാലും ഒരു താങ്ക് യു പറയുക. താങ്ക് യു പറയുമ്പം നമുക്ക് ബ്രെയിനിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, ചെറിയ ഹോർമോൺസിലേക്ക്, ഡോപ്പമിൻ ആൻഡ് സെറാട്ടോണിൻ. ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഹാപ്പിനെസ് കൂട്ടുന്ന സാധനമാണ്. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പേടി വരുമ്പോൾ നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യും. നമ്മുടെ ഗൂസ് ബംസ് പോലെ വരിക, നമ്മുടെ പാൽപിറ്റേഷൻ കൂടുക, കണ്ണ് തള്ളുക, അങ്ങനെ പേടിയുടെ ഇമോഷൻസ് കാണിക്കത്തില്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോൺസ്, അതേപോലെ നമ്മൾ ഹാപ്പിനെസ്, നമ്മൾ താങ്ക് യു പറയുമ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺസാണ് ഈ ഡോപ്പമിനും സെറാറ്റോണിനും. ഇത് നമ്മുടെ ബ്രെയിനിനെ റീവർക്ക് ചെയ്യുന്നു, നമ്മുടെ ഡിപ്രഷൻ കുറയ്ക്കുന്നു, നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യുന്നു. നമുക്ക് ഈ സൈക്കോസൊമാറ്റിക് ഇൽനെസ് വരും. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് കാരണം നമ്മുടെ ശരീരത്തിന് കുറേ അസുഖങ്ങളുണ്ടാകും. നമുക്കൊരു എക്സാമിൻ്റെ പേപ്പർ തരാൻ പോകാമെന്ന് വിചാരിച്ചു, ലൂസ് മോഷൻ ആയിരിക്കാം, പാൽപിറ്റേഷൻ ആയിരിക്കാം, ഹെഡേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്ഫുള്ളായിട്ട് ആർക്കെങ്കിലും അസുഖങ്ങളാട്ടെ, നേരെ നമുക്ക് തലവേദന ആയിരിക്കാം, അല്ലെങ്കിൽ നോസിയേറ്റഡ് ഫീലിംഗ് ആയിരിക്കാം, വെപ്രാളം വരുമ്പോൾ എന്തൊക്കെയാണ് കൂട്ടുന്നിടത്തില്ല, ഡിപ്രഷൻ വരുമ്പം, ആങ്സൈറ്റി കൂടുതൽ വരുമ്പോൾ ശ്വാസം മുട്ടൽ വരെ വരാം. കാരണം എന്താ? കാരണമൊന്നുമില്ല, ഫിസിക്കൽ കാരണമൊന്നുമില്ല, സൈക്കോളജിക്കൽ കാരണങ്ങളായിരിക്കും, മനസ്സിൻ്റെ കാരണങ്ങൾ. ഇതിനൊക്കെ ഭയങ്കര വ്യത്യാസമാണ് താങ്ക് യു പ്രാക്ടീസ് ചെയ്താൽ. ബ്രെയിൻ ഒരു റീവെയറിങ് തന്നെ നടത്തും. അങ്ങനെ നല്ലൊരു സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇങ്ങനെയല്ല പ്രാക്ടീസ് ചെയ്യാൻ, ഒരുപാട് രീതിയിൽ കൂടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ജേർണൽ എഴുതാം, ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക്, ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺസ്, അങ്ങനെ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടൻസുമായിട്ട് ഇനി നമുക്ക് കാണാം. എൻ്റെ കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ബൈ, താങ്ക് യു.